ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മുടെ ഒന്നിച്ചുള്ള ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം സദൃശവാക്യങ്ങൾ 11-ാം അധ്യായം 18-19 വാക്യങ്ങൾ. നീതി വിതയ്ക്കുന്നവനോ വാസ്തവമായി പ്രതിഫലം കിട്ടും. നീതിയിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നവൻ ജീവനെ പ്രാപിക്കുന്നു. ദോഷത്തെ പിന്തുടരുന്നവനോ തൻ്റെ മരണത്തിനായി പ്രവർത്തിക്കുന്നു. അക്ബർ ചക്രവർത്തിയുടെ സമർത്ഥനായ മന്ത്രിയായിരുന്നു അഹൂജ. മന്ത്രിയുടെ സാമർഥ്യം മൂലം ചക്രവർത്തിക്ക് അദ്ദേഹത്തോട് കൂടുതൽ താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ രാജസദസ്സിൽ പലരിലും ഇത് അസൂയ ഉളവാക്കി. അഹൂജയെ എങ്ങനെ വിട്ടാൽ പറ്റില്ല, അയാളെ എങ്ങനെയെങ്കിലും വകവരുത്തണം. അവർ അതിനുവേണ്ടി കൂടിയാലോചന നടത്തി. ചക്രവർത്തിയുടെ ക്ഷുരകനെ കൂട്ടുപിടിച്ചാൽ മതി. സ്വകാര്യമായി ചക്രവർത്തിയോട് സംസാരിക്കുവാൻ ഏറ്റവും നല്ല അവസരം ലഭിക്കുന്നത് അയാൾക്കാണ്, ഒരാൾ അഭിപ്രായപ്പെട്ടു. അത് ശരിയാണെന്ന് മറ്റുള്ളവർക്കും തോന്നി. അതനുസരിച്ച് അവർ ഒരു പദ്ധതി തയ്യാറാക്കിയിട്ട് ക്ഷുരകന് പണം നൽകി അദ്ദേഹത്തെ പാട്ടിലാക്കി. ഒരു ദിവസം പ്രഭാതത്തിൽ ക്ഷുരകൻ ചക്രവർത്തിയുടെ ക്ഷൗരത്തിനായി എത്തി. ക്ഷുരകൻ തൻ്റെ ജോലി ചെയ്യുമ്പോൾ ചക്രവർത്തി അയാളോട് കുശലാന്വേഷണം നടത്തി. സംസാരമധ്യേ ക്ഷുരകൻ പറഞ്ഞു, പ്രഭു, അടിയനൊരു അപേക്ഷയുണ്ട്. എന്താ, പറഞ്ഞോളൂ. ചക്രവർത്തി അനുവദിച്ചപ്പോൾ അയാൾ വിഷയം അവതരിപ്പിച്ചു. പ്രഭു, അങ്ങയുടെ പിതാക്കന്മാർ സ്വർഗത്തിൽ എന്തു ചെയ്യുകയാണെന്ന് നമുക്കറിയില്ലല്ലോ. അവർ ക്ഷേമമായിരിക്കുന്നുവോ എന്ന് അന്വേഷിച്ചറിയാൻ ഒരാളെ അവിടേക്ക് വിടണമെന്നാണ് എൻ്റെ അപേക്ഷ. സ്വർഗത്തിലേക്ക് ആളെ അയക്കാനോ? എങ്ങനെയാണ് ഒരാളെ സ്വർഗത്തിലേക്ക് അയക്കാൻ സാധിക്കുന്നത്? ചക്രവർത്തി ചോദിച്ചു. പ്രഭു, അത് വളരെ എളുപ്പമാണ്. ഒരു വലിയ ആഴി കൂട്ടി അതിലേക്ക് ഒരാളെ ഇട്ടാൽ മതി, അയാൾ സ്വർഗത്തിലെത്തും. ശരി, ആരെ അയക്കണമെന്നാണ് നിൻ്റെ അഭിപ്രായം? പ്രഭു, അങ്ങയുടെ മന്ത്രി അഹൂജയാണ് അതിന് പറ്റിയ ആൾ. അദ്ദേഹത്തെ കാണുന്നത് പിതാക്കന്മാർക്കും സന്തോഷമായിരിക്കും. ശരി, അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യൂ, ചക്രവർത്തി ആജ്ഞാപിച്ചു. ചക്രവർത്തിയുടെ പരിചാരകർ ആഴി കൂട്ടുന്നതിനുള്ള ഒരുക്കങ്ങൾ നടത്തി. ക്ഷുരകൻ്റെ തന്ത്രത്തെക്കുറിച്ച് അറിഞ്ഞ മന്ത്രി ആഴി കൂട്ടുന്നവരുമായി ചേർന്ന് ചില രഹസ്യ ക്രമീകരണങ്ങൾ ചെയ്തു. നിശ്ചയിച്ച ദിവസം അഹൂജയെ ഭടന്മാർ ആ വലിയ അഗ്നികുണ്ഡത്തിലേക്കിട്ടു. എന്നാൽ മുമ്പ് തന്നെ തയ്യാറാക്കിയിരുന്ന തുരങ്കത്തിലൂടെ അഹൂജ ഭൂമിക്കടിയിൽ ഒരു രഹസ്യ അറയിലെത്തി. അവിടെ കുറച്ച് ദിവസങ്ങൾ ചെലവഴിച്ച ശേഷം അദ്ദേഹം പെട്ടെന്നൊരു ദിവസം രാജസദസ്സിൽ പ്രത്യക്ഷപ്പെട്ടു. അഹൂജയുടെ അസൂയാലുക്കളായ പ്രതിയോഗികൾക്ക് അത് വിശ്വസിക്കാൻ സാധിച്ചില്ല. അഹൂജയെ കണ്ടയുടനെ ചക്രവർത്തിക്ക് സന്തോഷമായി. അദ്ദേഹം ഉത്സാഹത്തോടെ ചോദിച്ചു, അഹൂജ എപ്പോഴാണ് മടങ്ങിയെത്തിയത്? നമ്മുടെ പിതാക്കന്മാർക്ക് ക്ഷേമമാണോ? അഹൂജ പറഞ്ഞു, തിരുമേനി, അവരെല്ലാം ക്ഷേമമായിരിക്കുന്നു. എന്നാൽ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. അവിടെ ഒരു ക്ഷുരകനില്ല. അതിനാൽ അവരുടെ മുടിയും മീശയും താടിയും നഖവും എല്ലാം വല്ലാതെ വളർന്ന് വിരൂപമായിരിക്കുകയാണ്. തിരുമനസ് സദയം വിശ്വസ്തനായ ഒരു ക്ഷുരകനെ എത്രയും പെട്ടെന്ന് അവിടേക്ക് അയക്കണം. ഉടനെ ചക്രവർത്തി ഭടന്മാരെ വിളിച്ചു. ആരവിടെ? നമ്മുടെ വിശ്വസ്തനായ ക്ഷുരകനെ സ്വർഗത്തിലേക്ക് അയക്കാൻ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യും. ചക്രവർത്തിയുടെ കൽപ്പനയനുസരിച്ച് ഭടന്മാർ ആഴി കൂട്ടി ക്ഷുരകനെ അതിലേക്ക് എടുത്തിട്ടു. അഗ്നി അയാളെ വിഴുങ്ങിക്കളഞ്ഞു. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, കഥയിലൂടെ കേൾപ്പിച്ച വലിയ സന്ദേശത്തിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ജീവിതം മറ്റുള്ളവരെ വഞ്ചിക്കുവാനോ മറ്റുള്ളവരെ ചതിക്കുവാനോ ഒരിക്കലും ഇടയാകരുത്. വിശ്വസ്തയോടുകൂടെ കർത്താവേ, അങ്ങയുടെ സാക്ഷികളായി ജീവിപ്പാൻ തക്കവണ്ണം ഇന്നത്തെ വചന കേൾവിയിലൂടെ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.